ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റ് വേയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അലിഗേറ്റർ ക്ലിപ്പാണ്. ഇതിന് രണ്ട് ഘട്ടമാണ്. ഒന്നൊരു ഹാർട്ട് ചെയ്തെടുക്കണം, പിന്നെ അതിനൊരു ബോ. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് ഗ്ലിറ്റർ ട്യൂബ് കട്ട് ചെയ്തിട്ട് 0.5 വയറാണ് ഞാൻ അകത്തേക്ക് കയറ്റുന്നത്. അത് ഞാൻ കുറച്ച് തിക്നെസ് കുറവാണ്, അതുകൊണ്ട് ഞാൻ രണ്ട് പീസ് കട്ട് ചെയ്താണ് ഞാൻ അകത്തോട്ട് കയറ്റിയത്. അപ്പോൾ അത് നമ്മൾ ഏത് ഷേപ്പിൽ മടക്കിയെടുത്താലും അതുപോലെ തന്നെ ഇരുന്നോളും. ഹാർട്ട് നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് ഗ്ലിറ്റർ ട്യൂബ് കട്ട് ചെയ്യാം. ഇനി അത് നമ്മൾ ആ ഹാർട്ട് ഏത് ഷേപ്പിൽ നോക്കി ഞാൻ ആ ഹാർട്ട് ഷേപ്പിൽ മടക്കിയെടുക്കുകയാണ്. പക്ഷേ അത് ഇളകി പോകത്തൊന്നുമില്ല, അതേ ഷേപ്പ് അതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി അടുത്തത് ചെയ്യുന്നത് ബോയാണ്. അതിനുവേണ്ടി ഞാൻ ഗ്രോസ് ഗ്രെയിൻ റിബണാണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ രണ്ട് സൈഡ് നമ്മൾ അതിനെ ഫിനിഷ് ചെയ്തിട്ട് വേണം എടുക്കുക, അല്ലെങ്കിൽ അത് ഇളകിപ്പോകും. കാരണം റിബണാണ്, ഒരു സാറ്റിൻ്റെ ഒരു ഇതുള്ളത് കൊണ്ട് അത് പെട്ടെന്ന് ഇളകിപ്പോകും. എന്നിട്ട് ഒന്ന് ഞാൻ കുറച്ച് ഒരു ഇഞ്ചിൻ്റെ വലിപ്പം കുറച്ചാണ് ചെയ്തിരിക്കുന്നത്, 1 ഇഞ്ചിൻ്റെ വലിപ്പം കുറച്ചും അടുത്തത് അതിൻ്റെ 1 ഇഞ്ച് കൂടെ കൂട്ടിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 വേണം. രണ്ടും ചെയ്തിട്ട് ഒന്നിൻ്റെ മേളിൽ വെച്ച് പേസ്റ്റ് ചെയ്താണ് അതിനെ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, സ്റ്റിച്ച് നമ്മൾ ഇളകി പോകാതെ നന്നായിട്ട് അത് ടൈയും കൂടെ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതിനുശേഷം ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് അത് രണ്ടും ഒന്നിന് മേളിലൊന്ന് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് സെൻറ്റർ ഞാൻ അതിനെ ഒന്ന് കവർ ചെയ്തെടുത്തു. കവർ ചെയ്യുന്നത് ആ പൊൾക്ക ഡോട്ടിൻ്റെ തന്നെ വെച്ച് നമുക്ക് ഇതുപോലെ അങ്ങ് കവർ ചെയ്തെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ അലിഗേറ്റർ ക്ലിപ്പ്, ഇത് 4.5 അലിഗേറ്റർ ക്ലിപ്പാണ്. അത് എനിക്ക് കാരണം ഇച്ചിരി വലിപ്പം ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. ഇനി സൈസ് കുറച്ചുകൂടെ മാറിയതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് അത് ചെയ്യാം. ആദ്യം ഞാൻ ഹാർട്ട് അതിൽ ഫിക്സ് ചെയ്തു, അതിനുശേഷം ബോ രണ്ട് ഫിക്സ് ചെയ്തതിന് ശേഷം സെൻറ്ററിലേക്ക് ഇനി നമ്മളുടെ ഡെക്കറേഷൻ എല്ലാം നമ്മൾ സ്റ്റോൺ വയ്ക്കുന്നത് എല്ലാം നമ്മുടെ ഇഷ്ടത്തിന്. നമ്മുടെ കയ്യിൽ ബീഡ്സ് ആണെങ്കിൽ ബീഡ്സ് എന്താണുള്ളത് അത് വെച്ച് നമുക്കതിനെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ വലിയൊരു ബീഡ് കൊടുത്തിട്ട് അതിനുശേഷം ഒരു പേളിൻ്റെ ഒരു ബീഡ് കൊടുത്തിട്ട് ഞാൻ അതിലേക്ക് ക്ലിപ്പ് സ്റ്റോൺ വെച്ചാണ് ഫസ്റ്റ് ഡെക്കറേറ്റ് ചെയ്തത്. അതുപോലെ തന്നെയാണ് അടുത്ത് ഞാൻ ചെയ്തത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കൊന്ന് കാണുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റി ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഇതെല്ലാം ചെയ്തു വരുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വരുന്നത്. കാരണം നമ്മളിത് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ വളരെ എക്സ്പെൻസീവാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങളും ഇതെല്ലാം ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.